മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് മേഘൻ്റെ ആൾക്കാരായിട്ടുള്ള ശക്തി എന്ന് പറയുന്ന ഗുണ്ട കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ മാർക്കോ വന്ന് രക്ഷപ്പെടുത്തി എങ്ങനെയൊക്കെയോ കണ്ണൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. അതേസമയം മേഘനും പ്രതാപനും എല്ലാവരും കൂടി ചേർന്ന് കുറേ ഗുണ്ടകളെ അറേഞ്ച് ചെയ്ത് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി ചിതയൊരുക്കി കത്തിച്ച് കൊല്ലാനൊരുങ്ങി. അവിടുന്ന് മാർക്കോ മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇത്തവണ വാമദേവനും ഉണ്ണിയും കൂടെ തട്ടിൻ്റെ മേളിൽ നിന്ന് തട്ടിളക്കി മഹാലക്ഷ്മിയെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് രക്ഷപ്പെട്ടു. പ്രതാപൻ്റെ വീട്ടിൽ പോയ മഹാലക്ഷ്മിയെ പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് ഗുണ്ടകളുമായി ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഇത്രയധികം സംഭവങ്ങളുണ്ടായ ആ പശ്ചാത്തലത്തിൽ മഹാലക്ഷ്മി തൻ്റെ മനസ്സിലുള്ള ആ രഹസ്യം കണ്ണനോട് തുറന്നു പറയുന്നു. അതായത് കണ്ണൻ്റെ അച്ഛൻ നോർമലി മരിച്ച ഒരു വ്യക്തിയല്ലല്ലോ, ആക്സിഡൻറ്റ് പറ്റി മരിച്ചതല്ലേ. അതായത് കണ്ണനും കണ്ണൻ്റെ അച്ഛനും കൂടി പോയ വണ്ടിയിലേക്ക് ഒരു ലോറി പാഞ്ഞിടിച്ചു വന്ന് മരണപ്പെട്ടതാണ് കണ്ണൻ്റെ അച്ഛനും. ആ അപകടത്തെ തുടർന്ന് കണ്ണൻ്റെ കാലിൻ്റെ ചലനശേഷി നഷ്ടമായതും എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ അന്നുണ്ടായ ആ അപകട മരണം പോലും ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മഹാലക്ഷ്മി പറയുന്നു. കാരണം മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവർ പ്രതീക്ഷിച്ച പോലെയൊന്നും ഒരു കാര്യങ്ങൾ നടന്നില്ല. മഹാലക്ഷ്മിയും കണ്ണനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ പ്ലാനൊന്നും നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിയാണ് ഒന്നീ കണ്ണൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി മാറി മാറി കൊല്ലാൻ ശ്രമിക്കുന്നത്. അതുപോലെ സ്വത്തിനു വേണ്ടിയിട്ട് പണ്ടുണ്ടായ അപകട മരണവും എന്തെങ്കിലും പ്ലാനിൻ്റെ ഭാഗമാണോ എന്നൊക്കെ മഹാലക്ഷ്മി തൻ്റെ സംശയം പറയുമ്പോൾ കണ്ണൻ ആദ്യം അത് വിശ്വസിക്കാനാകുന്നില്ലെങ്കിലും ഇത്രയധികം സംഭവവികാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം തുടരെ ഉണ്ടായ ആ പശ്ചാത്തലത്തിൽ കണ്ണനും ചില സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങുന്നു. അങ്ങനെ അനന്തുവിനെയും ലേഖയെയും മാർക്കോയെയും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നു. മാത്രമല്ല കമ്പനിയിൽ നടന്ന ആ ഒരു ഞെട്ടിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റേണ്ടിയിരുന്നതാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നു എന്ന്. പക്ഷേ അനന്തു കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇതുപോലെ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഓഫീസിലേക്ക് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ചെക്കിങ്ങിനായിട്ട് മഹാലക്ഷ്മി വരുന്നുണ്ടെന്ന്. അത് മനസ്സിലാക്കി വാമദേവനും ഉണ്ണിയും കൂടെ എന്തോ വേലത്തര ഒപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തട്ടിളക്കി വെച്ചിരുന്നു. പക്ഷേ ഏതോ ഭാഗ്യത്തിന് മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഏൽപ്പിച്ച ജോലിക്കാരൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ അതിൻ്റെ മേളിൽ കൂടെ നടന്നു നോക്കിയതാകാനാ ചാൻസ്. എന്തായാലും തട്ടുപൊളിഞ്ഞ് അമ്മാവൻ താഴെ വീണ്. അയാൾ ചെയ്ത ക്രൂരതകൾക്കുള്ള തിരിച്ചടി തന്നെയാണ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നേ എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് ഇത്തവണ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ വീഡിയോ സഹിതം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ തൽക്കാലം അവരൊന്ന് അടങ്ങിയിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നിട്ട് പോലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ഒന്നും മനുഷ്യരായിട്ട് പരിഗണിക്കാനേ പറ്റില്ല. ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല കണ്ണ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതേ സാറേ, ഞാനും അത് തന്നെ പറയുന്നത്. മഹാലക്ഷ്മി മേഡം നടന്നു പോയ ഭാഗത്തെ ജോലി ചെയ്ത വർക്കേഴ്സ് ആരാണെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ഈ അപകടം സ്വാഭാവികമാണോ അതോ കരുതിക്കൂട്ടി വെച്ച കെണിയിൽ അയാൾ വീണതാണോ എന്ന് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ കണ്ണ പറയുന്നു തീർച്ചയായിട്ടും വേണം, ഇതിൻ്റെ പിന്നിലെ സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ മാർക്കോയെ വിളിച്ചു വരുത്തിയതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇന്നലെ മഹി എന്നോട് മറ്റൊരു സംശയം പറഞ്ഞു. അതായത് കുറേ നാളുകൊണ്ട് ഈ അനന്തു എന്നോട് പറയുന്ന കാര്യം തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം. ഇത്രയധികം സംഭവ വികാസങ്ങൾ അടുത്തിടെ ഉണ്ടായ സാഹചര്യത്തിൽ എനിക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് സംശയം തോന്നുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന കാര്യം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും ഞാൻ മാർക്കോയെ ഏൽപ്പിക്കുക. പോലീസിൻ്റെ സഹായത്തോടെ അന്വേഷിച്ച് തെളിയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ഇത്രയധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യമായതുകൊണ്ട് നമ്മുടെ വെറും ഒരു തോന്നലാണോ അതോ സത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴിതിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. സാറ് വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ ഏറ്റുവെന്ന് മാർക്കോയും പറയുന്നുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ മാർക്കോയോട് സാഗർ ചോദിക്കുന്നുണ്ട് എന്തിനാ കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയെ വിളിച്ചത്? നീ പേടിക്കണ്ടടാ, നിൻ്റെ കാര്യമൊന്നും ഇതുവരെ അവരറിഞ്ഞിട്ടില്ല. അത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, മഹാലക്ഷ്മിയെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ണിയും വാമദേവനും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയില്ലേ. ആ കെണിയിൽ വീണത് വാമനാണെങ്കിലും അത് ശരിക്കും മഹാലക്ഷ്മിയെ ഉന്നം വെച്ച് നടത്തിയ കെണിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടിയതാണ്. അത് സംശയിക്കാൻ എന്തിരിക്കുന്നു. മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വാമദേവനും മേഘനും ഉണ്ണിയും കൂടെ ഒപ്പിച്ച കെണിയാകും.
പിന്നെ മഞ്ജുവിനെ മീറ്റ് ചെയ്ത കാര്യവും മഞ്ജുവിനിപ്പോൾ പഴയതുപോലല്ല തന്നോട് അല്പം സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മാർക്കോയോട് പറയുന്നു. നല്ലത്, അധികം താമസിക്കാതെ മഞ്ജുവിനെ നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. അതിൻ്റെ പേര് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ മാർക്കോയും വാക്ക് കൊടുക്കുന്നു. മാർക്കോയെ വിശ്വസിച്ചാണ് ഞാൻ മഞ്ജുവിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് സാഗറും പറയുന്നുണ്ട്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. കുറേ നാൾ എന്തായാലും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വർക്ക് ചെയ്തവനല്ലേ നീ, അവിടുത്തെ ജോലിക്കാരെയൊക്കെ അറിയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം സാഗർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് മിക്ക ജോലിക്കാരെ അറിയാം. എന്തിനാ മാർക്കോ? മഹാലക്ഷ്മി അപകടത്തിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ആ കെണി ഒരുക്കിയവൻ ഏതവനാണെന്ന് എനിക്കറിയണം. അതിന് നിൻ്റെ സഹായം കൂടിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് സാഗറും മാർക്കോയും കൂടി വാമദേവൻ്റെ ആ കൂട്ടാളിയെ കണ്ടുപിടിക്കുന്നുണ്ട്. മാർക്കോ ശരിക്കും കൊടുക്കുന്നുണ്ട് വാമദേവൻ്റെ ആ ജോലിക്കാരന്. ശരിക്കും പറഞ്ഞാൽ വാമദേവൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയ സ്ഥിതിക്ക് പേടിച്ചിരിക്കുമായിരുന്നു അയാൾ. 2 അടി കൊടുത്തപ്പോഴത്തേക്കും അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഉണ്ണിയും വാമദേവനും കൂടിയാണ് തനിക്ക് ഈ കൊട്ടേഷൻ തന്നതെന്നും കുറച്ച് പൈസ ഓഫർ ചെയ്ത് അഡ്വാൻസും തന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നു. അയാളെ കൂട്ടിക്കൊണ്ടുപോയി കണ്ണൻ്റെ മുമ്പിൽ നിർത്തി നടന്ന കാര്യങ്ങളെല്ലാം മാർക്കോ തെളിയിക്കുന്നുണ്ട്. അതോടെ അതിനെ തുടർന്ന് അയാളെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച വാമദേവൻ്റെ ഹോസ്പിറ്റൽ ചിലവിനായിട്ട് 1 രൂപ പോലും കണ്ണൻ കൊടുക്കുന്നുമില്ല. എൻ്റെ സഹോദരൻ ആ കാര്യമൊക്കെ ശരി, എൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച അവൻ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടെന്ന കടുത്ത തീരുമാനം കണ്ണൻ എടുക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു, തൽക്കാലം വേണ്ട കണ്ണേട്ട, എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്നോടുള്ള ദേഷ്യത്തിന് ചെയ്തതാകും. ഇനി ആവർത്തിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ ജോലിയിൽ നിന്ന് പുറത്താക്കിക്കോ. കരുണ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അത് അവൾക്ക് വല്ലാത്ത വിഷമമാകും. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രഗ്നൻ്റ് ആയ പെൺകുട്ടിയെ വിഷമിപ്പിക്കുന്നേ? ഈ കരുതലൊന്നും നിൻ്റെ സഹോദരിക്ക് നിന്നോടില്ലല്ലോ എന്ന് കണ്ണനും ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നു.